കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ അവർകൾ, പ്രിയപ്പെട്ട KSRTCയുടെ CMD പ്രമോദ് ശങ്കർ, ശ്രീ സിദ്ധു പനക്കൽ, ശ്രീമതി ഷീല അഡീഷണൽ സെക്രട്ടറി, ശ്രീ ഷാജി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KSRTC, മറ്റിവിടെയുള്ള മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, KSRTCയിലെ ഉദ്യോഗസ്ഥർ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ശ്രീ മോഹൻലാൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി മാറിയതിനു ശേഷം ചിത്രീകരിച്ച 2 പരസ്യങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഈ പരസ്യം KSRTCക്ക് വേണ്ടിയുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും KSRTCക്ക് ഒരു പരസ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരു പരസ്യം ആവശ്യമാണ്. KSRTC ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. KSRTCയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോവിഡിൻ്റെ കാലത്തും അതിനുശേഷവും സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിക്കുകയും KSRTCയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത യാത്രക്കാരെ KSRTCയുടെ മികച്ച സേവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നടത്തിയ ട്രാൻസ്പോ എന്ന പ്രോഗ്രാം. ട്രാൻസ്പോ കനകക്കുന്നിൽ 3 ദിവസം നടന്നത് വളരെയധികം നമുക്ക് ഒരു വാർത്താ പ്രാധാന്യം നൽകുകയും അതിലൂടെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളെയും KSRTC ഒരു പരിഷ്കരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ആ ബോധ്യമാണ് KSRTCയുടെ റെക്കോർഡ് വരുമാനത്തിലേക്ക് KSRTC നയിച്ചത്. ബഹുമാനായ നമ്മുടെ എല്ലാ ആരാധ്യ പുരുഷനായ ശ്രീ മോഹൻലാൽ, പത്മശ്രീ ഭരത്, ദാദാ ഫാൽക്കെ അവാർഡ് ജേതാവായ മോഹൻലാൽ ലാലേട്ടൻ നമ്മുടെ ആദ്യത്തെ ഓൾവോ ബസ്സിൽ കയറി ഒരു മാധ്യമങ്ങളുമായി സംസാരിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത KSRTCക്ക് വളരെ ഗുണം ചെയ്തു. ഞാൻ അദ്ദേഹത്തോടൊപ്പം തുടരും എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, തുടക്കം എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചുമ്മാ ചോദിച്ചു, ചേട്ടാ KSRTCക്ക് 2 പരസ്യം എടുത്തു തരുമോ, ഒരു പരസ്യം എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ മോനെ, KSRTCയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇപ്പോൾ പ്രമോദി പലപ്പോഴും പറയും ലാൽ സാറിനൊന്ന് ചോദിക്കണം, ലാൽ സാറിന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രാൻഡ് അംബാസഡർ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഞാൻ നിങ്ങളുടെ ഗുഡ്വിൽ അംബാസഡർ ആവാം, പണം വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അതായിരുന്നു. ഞാൻ ബ്രാൻഡ് അംബാസഡർ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രാൻഡ് അംബാസഡർ പണം വാങ്ങിയുള്ളതാണ്, ഞാൻ പണം വാങ്ങാതെ ഗുഡ്വിൽ അംബാസഡറായി നിൽക്കാം എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചില്ല എന്നുള്ളതാണ്. KSRTCക്ക് വേണ്ടി ഞാൻ ചോദിച്ച എൻ്റെ ഒരു സഹോദരൻ എന്നുള്ളതിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഞാനൊന്ന് നോക്കട്ടെ മോനെ എന്ന് പറഞ്ഞില്ല, നാളെ ആവട്ടെ എന്ന് പറഞ്ഞില്ല. ആ നിമിഷം ആ ടേബിളിൻ്റെ അടുത്ത് ഞങ്ങൾ 2 കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ആ ശരി മോനെ, ബ്രാൻഡ് അംബാസഡർ വേണ്ട, നമുക്ക് ഗുഡ്വിൽ അംബാസഡർ ആവും, അതാവുമ്പോൾ പൈസ വാങ്ങാൻ പാടില്ല, അത് അങ്ങനെ ചെയ്തു. അപ്പോൾ പലരും വിമർശിച്ചു, ഈ മോഹൻലാലിനെ ഗുഡ്വിൽ അംബാസഡർ ആക്കാൻ ഇയാൾക്ക് വേറെ ജോലിയൊന്നും, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ മോഹൻലാൽ ഗുഡ്വിൽ അംബാസഡറായി. KSRTC അതിമനോഹരമായ 2 പരസ്യമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ പരസ്യം കണ്ടു. വെളിയിൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൃദയസ്പർശിയായ മോഹൻലാൽ എന്ന മനുഷ്യൻ്റെ ഹൃദയസ്പർശിയായ സംഭാഷണം. നമ്മൾ ഈ ആഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് യാതൊരു കൃത്രിമത്വമില്ല. മോഹൻലാൽ എന്ന നടൻ എങ്ങനെ KSRTCയെ കാണുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ ടച്ചിങ് ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. വളരെ ഹൃദയസ്പർശിയായ ഒരു പരസ്യമാണ്. ഈ പരസ്യം ചിത്രീകരിച്ചത് ശ്രീ പ്രിയദർശനാണ്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകൻ. അദ്ദേഹം ഇനി 2 സിനിമ, ഒരു ഹിന്ദി സിനിമ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കൂടാതെ ഒരു ഹിന്ദി സിനിമ കൂടി ചെയ്താൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത സംവിധായകനായി പ്രിയദർശൻ മാറുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷയ് കുമാറിൻ്റെ പടമാണ്. ആ പടം കഴിഞ്ഞ് ഒരു പടം കൂടി ഹിന്ദിയിൽ ഡയറക്റ്റ് ചെയ്താൽ ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഡയറക്ടറായി മാറും. അത് ഹിന്ദി സിനിമയിൽ പടം ചെയ്ത അന്യസംസ്ഥാന ഡയറക്ടർ എന്നല്ല, അന്യഭാഷാ ഡയറക്ടർ എന്നല്ല, ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഡയറക്ടറായി പ്രിയദർശൻ മാറും. അത്രയും വലിയ ഒരു മനുഷ്യനാണ് നമുക്ക് വേണ്ടി, അതും തികച്ചും സൗജന്യമായി. അത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാനും പ്രിയദർശനും ഒരുമിച്ച് സിനിമയിൽ വന്ന കാലത്ത് എന്നെ സിനിമയിൽ കൊണ്ടുപോയി, എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന പ്രിയദർശനാണ്. ഞാൻ വഴുതക്കാട് വീട്ടിൽ താമസിക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പ്രിയൻ ഓടി വന്നു. എന്നിട്ട് മുറിക്ക് ഡൈനിങ് ഹാളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ ഒന്നും പറഞ്ഞില്ല, വളരെ സ്പീഡിൽ വന്നിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ നമുക്ക് മദ്രാസിൽ പോകണം, ഒരു പടമുണ്ട്, നീ രാവിലെ റെഡി ആയിക്കോണം എന്ന് പറഞ്ഞിട്ട് ആ വന്ന പോലെ ഒരു പോക്കങ്ങ് പോയി. കയറി വന്നു, ഒരു വീട്ടിനകത്ത് വന്നു, എന്നോട് പറഞ്ഞു, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, അവിടെ കൂടെ നിൽക്കാനൊന്നും ഇരിക്കാനൊന്നും നിന്നില്ല, തലയകത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നീ നാളെ റെഡി ആയിക്കോണം, നമ്മൾ മദ്രാസിന് പോവുകയാണ്, അവിടെ ഒരു പുതിയ പടം തുടങ്ങുകയാണ്, എവർഷൈൻ്റെ എന്ന് പറഞ്ഞു. ആരാണ് നായകൻ എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. ലാലേട്ടനായിരുന്നു നായകൻ. ചെപ്പ് എന്ന സിനിമയായിരുന്നു. അങ്ങനെ
മദ്രാസിലേക്ക് എന്നെ ആദ്യമായി കൊണ്ടുപോയ പ്രിയദർശൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിച്ചത്. അന്നല്ല, പാംഗ്രോ ഹോട്ടലിലെ 504 നമ്പർ മുറിയിൽ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിൽ കൂടുതൽ ഞങ്ങൾ. പ്രിയദർശൻ വിവാഹം കഴിച്ചപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. പ്രിയദർശൻ്റെ മുറിയിലാണ് ഞാനും MG ശ്രീകുമാറും എല്ലാം താമസിക്കുന്നത്. ഞാൻ വേറെ മറ്റു പടങ്ങളുടെ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ ഞാൻ അതേ ഹോട്ടലിൽ തന്നെ വേറെ മുറി എടുക്കും. എന്നാലും രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ വരും, എല്ലാവരും കൂടി അവിടെയാണ് കിടക്കുന്നത്. പ്രിയതരൻ MG ശ്രീകുമാറും പലപ്പോഴും റെക്കോർഡിങ്ങിൽ വരും. അന്ന് ഈ ഗായകർക്ക് മുറിയൊന്നും എടുത്തു കൊടുക്കത്തില്ല, നടന്മാർക്ക് മാത്രമേ എടുത്തു. അപ്പോൾ വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് VR ഗോപാലകൃഷ്ണൻ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നുണ്ട്. ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രിയനോട് ചോദിച്ചു, ഒരു ദിവസം ഷൂട്ടിംഗ് നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ലാൽ നാളെ വരും, നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ വരുന്നത് കാത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, നീ ആ ഗോപാലകൃഷ്ണൻ എഴുതുന്ന സ്ക്രിപ്റ്റൊക്കെ എടുത്ത് വെച്ചൊന്ന് വായിക്കട്ടോ എന്ന് അടുത്ത്. ഞാൻ പറഞ്ഞാൽ വായിക്കാം. അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അതിലെ പ്രധാന വില്ലൻ രഞ്ജി എന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പ്രിയ പറഞ്ഞു, പ്രിയ എൻ്റെ റോൾ എന്താണ്, നാളെ ഷൂട്ടിങ്ങിന് എൻ്റെ റോൾ എന്താണ്? നീയാണ് രഞ്ജി അവതരിപ്പിക്കുന്നത്, നീയാണ് രഞ്ജിയുടെ വേഷം ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പ്രിയ അത്രയും ഭയങ്കര വില്ലനല്ലേ? അതൊന്നും കുഴപ്പമില്ല, നീ എന്നാ ചെയ്യുന്നത്, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആരംഭിച്ചതാണ് സിനിമയിൽ പ്രിയദർശൻ എന്നെ. അതിനു മുമ്പ് രാക്കുലിൻ രാഗസ്വസിൽ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രിയൻ്റെ തന്നെ. അങ്ങനെ പ്രിയദർശനുമായി ഒരുപാട് വർഷത്തെ ബന്ധം, വലിയൊരു ആത്മബന്ധം. ഒരുമിച്ച് ഒരു റൂമിനുള്ളിൽ 10 വർഷത്തോളം, ഏതാണ്ട് 10 വർഷത്തോളം താമസിച്ചു എന്ന് പറയുന്നത് 95-ലാണെന്ന് തോന്നുന്നു പ്രിയൻ വിവാഹം കഴിക്കുന്നത്. 95-ലാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അതുവരെ ഞങ്ങളൊരു പ്രിയൻ ഫ്ലാറ്റിലേക്ക് മാറി, ഞാൻ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി, മറ്റ് ഹോട്ടലുകളിലേക്കും ഒക്കെ മാറി. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ആ സ്നേഹബന്ധം, ലാലേട്ടനെ എന്നോടുള്ള ബന്ധം. ഞാൻ ലാലേട്ടനെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തായിരുന്നു ലാലേട്ടൻ്റെ അച്ഛൻ വിശ്വനാഥ് നായർ സാറ്. അങ്ങനെ കൊട്ടാരക്കര വീട്ടിൽ വരുമായിരുന്നു. അവിടെ പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ അവിടെ കയറുമായിരുന്നു. അന്ന് ലാലേട്ടൻ സിനിമയിലൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സഹോദരി ബിന്ദുവും കൂടി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മോഹൻലാലിനെ ഒന്ന് കാണാൻ കൊണ്ടുപോകും, വിശ്വനാഥ് നായർ സാറിൻ്റെ മോനെ കാണാൻ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ശാന്തമാമിയെ വിളിച്ചു, മോഹൻലാലിൻ്റെ അമ്മയെ വിളിച്ചു, ലാലേട്ടൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലു ഇവിടെ ഉണ്ട്, അങ്ങി വാ എന്ന് പറഞ്ഞ് ചെല്ലുമ്പം ഒരു ഷർട്ടൊന്നും ഇടാതെ ഒരു കൈലി മാത്രം കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ മോഹൻലാൽ എന്ന നടനെ കാണാൻ നമുക്ക് പണ്ട് പരിചയമുള്ളത് ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നടനായ മോഹൻലാലിനെ കാണാനായിട്ട് മഞ്ഞളിഞ്ഞ പൂക്കൾ ഇറങ്ങിയ സമയമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, കുടപ്പനക്കുന്നിൽ. അന്നും ഇന്നും എന്നോട് സ്നേഹമാണ്. എന്നെ മോനെന്നേ വിളിക്കുകയുള്ളൂ, അത്രയും വലിയ സ്നേഹമാണ്. ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം വന്ന് വോട്ട് ചോദിക്കാൻ മനസ്സ് കാണിച്ചു എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹവാത്സല്യം തന്നെയാണ്, മറ്റൊന്നുമല്ല എന്നെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നല്ല വേഷം. ഞാൻ ഈ ചെപ്പെന്ന സിനിമ തന്നെ ആലോചിക്കും. കാരണം അതിലെ നായകൻ കുത്തേറ്റ് മരിക്കുകയാണ് വില്ലൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ലാലേട്ടനെ കുത്തി കൊല്ലുകയാണ് കഥയിൽ. മരിച്ചതിന് ശേഷം പടം പിന്നെയും 10 മിനിറ്റ് പോകുന്നുണ്ട് പടം. അത്ര ഒരു വേഷം അഭിനയിക്കാൻ അന്ന് രാജാവിൻ്റെ മകനൊക്കെ വന്ന് സൂപ്പർ സ്റ്റാർ അയക്കുന്ന ഒരാൾ തയ്യാറാവില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതമില്ല, നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷേ ഇത്രയും വലിയ നടനായി നിൽക്കുമ്പോൾ, ഇത്രയും വലിയ പൊസിഷൻ നിൽക്കുമ്പോൾ KSRC വേണ്ടി ഒരു പരസ്യം ചെയ്തിരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തു തന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ആൻ്റണി പെരുമ്പാവൂരിനെ വിളിച്ച് നന്ദിയോടെ നമ്മൾ ഓർക്കണം. ആൻ്റണി പറഞ്ഞ് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം, ഷൂട്ട് ചെയ്ത് കൊടുക്കണം. സിദ്ധുവിനെ ചുമതല ഏൽപ്പിച്ചു. അവിടെ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതിനോടൊപ്പം ആ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ രാവിലെ 5 ഒരു 5:30 മണിക്ക് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്ന് പ്രമോജ് അവിടെ പോയിരുന്നു. പ്രമോജ് കൂടെ ഉണ്ടായിരുന്നു. CMD പ്രമോജ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സിദ്ധു വിളിച്ചു, ലാലേട്ടൻ വന്നു. പ്രിയദർശൻ 5:30-ക്ക് എത്തി. 6 മണിയായപ്പോൾ അദ്ദേഹം എത്തി. 10 മണിക്ക് മുമ്പ് ഇത് ഷൂട്ട് ചെയ്ത് തീർത്തു. അത്രയും ആത്മാർത്ഥത അദ്ദേഹം കാണിച്ചു. ഞങ്ങൾ ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു. ബാക്കിയെല്ലാം പ്രിയൻ തന്നെ ചെയ്യുമായിരുന്നു. മുഴുവൻ സംവിധാനങ്ങൾ ഒരുക്കി തന്നത് ആൻ്റണി പെരുമ്പാവൂരാണ്. ഞാൻ ആൻ്റണി പെരുമ്പാവൂരിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ലാലേട്ടൻ നമ്മളിതെല്ലാം സംഘടിപ്പിക്കാൻ വലിയ പാടാണ്. ക്യാമറ ലൈറ്റൊക്കെ സംഘടിപ്പിക്കാൻ പോയാൽ KSRTC ഒരിക്കലും നടക്കത്തില്ല. ലാലേട്ടൻ പറഞ്ഞ ആൻ്റണി അതങ്ങ് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ചെയ്തത്. അതിൽ ആൻ്റണി ചുമതലപ്പെടുത്തിയത് സിദ്ധുവിനെയാണ്. സിദ്ധു പോയി വേദിയിലുണ്ട്. ആൻ്റണിക്ക് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ലാലേട്ടൻ സിംഗപ്പൂരിലാണ്, അതാണ് അദ്ദേഹം വരാത്തത്. പ്രിയദർശൻ അത്യാവശ്യമായി അക്ഷയകുമാറുമായി സിനിമയിൽ ബോംബെയിലാണ്, അതുകൊണ്ടാണ് വരാത്തത്. ഇന്ന് അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ മനസ്സിൻ്റെ ഭാഗമായ സ്പീക്കർ തന്നെ ഇത് ലോഞ്ച് ചെയ്യണം. കാരണം മോഹൻലാലിനെ ഞാനാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം മോഹൻലാലിനെ എന്നെക്കാളും പരിചയം സ്പീക്കറോടാണ്. മിക്കവാറും ദിവസവും ലാലേട്ടനെ വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്ന ഒരാളായി മാറി. ഷംസീർ എപ്പോഴും നല്ല ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ്. ഞാനാണ് നേരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷംസീറിനെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ ഷംസീർ ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അത്രത്തോളം സ്നേഹബന്ധത്തിലായി അവർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം വരുമ്പോൾ അത് ഷംസീർ തന്നെ ലോഞ്ച് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കറെ അതുകൊണ്ടാണ് ക്ഷണിച്ചത്.
അദ്ദേഹം അത് ലോഞ്ച് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. ഞാനിതിന് ഒരു നന്ദി പറയുക എന്നൊരു സംഭവമുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന മാധ്യമങ്ങളോട്, KSRTCയിലെ ഉദ്യോഗസ്ഥന്മാരെ, ജീവനക്കാരെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ശ്രീകാന്ത് മുരളിയാണ് നമുക്കിത് ചിത്രീകരിക്കാൻ പ്രിയദർശനോടൊപ്പം. ശ്രീകാന്ത് മുരളിയാണ് എല്ലാ കാര്യങ്ങളും, ഒരു സെൻസർ ചെയ്ത് വരുന്നവരെ എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് മുരളിയാണ് ചെയ്തത്. പ്രിയദർശനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രിയദർശനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ശ്രീകാന്ത് മുരളി എല്ലാ ചുമതല, എല്ലാ പ്രിയൻ ഡയറക്റ്റ് ചെയ്തു പോയി കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തതും മറ്റു പല സ്ഥലങ്ങളിലും പോയി പരസ്യത്തിൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചതും എല്ലാം ശ്രീകാന്ത് മുരളിയാണ്. സെൻസറിങ്, നമ്മൾ സെൻസർ ചെയ്യണം, തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സെൻസറിങ് അടക്കം ചെയ്തു തന്ന ശ്രീകാന്ത് മുരളിയാണ്. നന്ദി, അദ്ദേഹത്തോടുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കണം. അദ്ദേഹത്തിനൊന്നും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. കാരണം പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് മുരളിയാണ് ചെയ്തത്. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. KSRTCയുടെയും എൻ്റെ സ്വന്തം നിലയ്ക്കുള്ള നന്ദി പറയുകയാണ്. മാധ്യമങ്ങൾ ഇത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം ഈ ഒരു KSRTC ഒരു പൊതുസ്ഥാപനമാണ്, ജനങ്ങളുടെ സ്ഥാപനമാണ്. ആ ജനങ്ങളുടെ സ്ഥാപനം അതിൻ്റെ ആ ഒരു അന്തസ്സോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു താരം KSRTCക്ക് വേണ്ടി ഒരു ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആഡ് വേണം. കാരണം മോഹൻലാൽ വിശ്വസിക്കുന്ന, അതിനകത്ത് ഈ പരസ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു നല്ല സാധനമാണല്ലോ എന്ന് ആരും ചിന്തിക്കും. KSRTC കേരളത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അടയാളമാണ് എന്ന് നമുക്കിതോടെ മനസ്സിലാവും. അതാണ് പരസ്യത്തിൻ്റെ ഒരു പൊരുൾ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ KSRTCയെ ഒരു ഉന്നതിയിലേക്ക് നയിക്കാൻ, വളരെ ഉയരങ്ങളിലേക്ക് KSRTC ഒരു പ്രവർത്തന ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത് KSRTCയിലെ ജീവനക്കാരാണ്, ഉദ്യോഗസ്ഥരാണ്, അതുപോലെ തന്നെ മാധ്യമങ്ങളും. KSRTCക്കെതിരെ ഏത് വിവാദം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് എന്നെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ KSRTC CMDയെ കണ്ടുകൊണ്ടോ ആ വിവാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ല, മറ്റൊന്നാണ് എന്ന് അറിയിക്കാൻ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നടത്തിയ ശ്രമങ്ങൾ. ആദ്യം ഒരുപക്ഷെ വിമർശനം ആദ്യം വരും. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ തന്നെ വീണ്ടും വാർത്തകൾ കൊടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ KSRTCയെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ വാർത്തകളിൽ നിന്നും KSRTCയെ അതിൻ്റെ നന്മയുടെ വശത്തേക്ക് കാണാൻ എല്ലാ മാധ്യമങ്ങൾക്കും കഴിഞ്ഞു. അതുകൊണ്ട് മാധ്യമങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അവർ KSRTCയോട് കാണിക്കുന്ന വാത്സല്യം, KSRTC നശിക്കരുത് എന്ന ലക്ഷ്യം, എല്ലാവരും ജനങ്ങൾ, യാത്രക്കാർ, സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ നല്ല മനസ്സോടെ KSRTCക്ക് നൽകിയ പിന്തുണ. ദുഷ്ടന്മാരും ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അത് ഒരു സൈഡിൽ കിടക്കും. കാരണം എന്ത് ചെയ്താലും 1-ാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ ഒരുത്തൻ എഴുതിയതാണ് എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടല്ലോ, അവൻ അറിയാൻ വേണ്ടി പറയുകയാണ് എന്നാൽ ഈ മാസം 1-ാം തീയതി, കഴിഞ്ഞ മാസം 1-ാം തീയതി ഉണ്ടായിരുന്നു, 1-ാം തീയതിക്ക് 31-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന KSRTCയാണ് ഇന്നുള്ളത്. പഴയ KSRTC അല്ല എന്ന് മനസ്സിലാക്കുക. അവരുടെ ദുഷ്ടലക്ഷ്യം ഉണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അതിനോട് വളരെ നന്നായി പ്രതികരിച്ചു. നല്ലൊരു കാര്യം ചെയ്തത് നല്ലതെന്ന് പറയാൻ, KSRTC വളർന്നു എന്ന് പ്രഖ്യാപിക്കാൻ, KSRTCയുടെ മികച്ച നേട്ടങ്ങൾ ബഡ്ജറ്റ് ടൂറിസത്തിലാണെങ്കിലും മറ്റെല്ലാ രംഗത്തും KSRTC കൈവച്ച നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി പറയലാണ് എന്ന് പറയാം. ഇത്രയും നാളും ഈ മന്ത്രിയായി പ്രവർത്തിച്ചപ്പോൾ എനിക്ക് നൽകിയ പിന്തുണ, മാധ്യമങ്ങൾ നൽകിയ പിന്തുണ, ജീവനക്കാർ നൽകിയ പിന്തുണ, അതുപോലെ ഓരോ ഉദ്യോഗസ്ഥരും നൽകിയ പിന്തുണ, വളരെ സുതാര്യതയോടെ നമുക്ക് KSRTCയെ ഒരു നല്ല സ്ഥാപനമായി, യാതൊരുവിധ ക്രമക്കേടുകളോ അഴിമതിയോ ഇല്ലാതെ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിഞ്ഞു. കോടതികളിൽ KSRTCക്കെതിരെ നടന്ന കേസുകളിൽ വളരെ നല്ല വിജയം, കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേസുകളിൽ നല്ല വിജയം, നല്ല KSRTCക്ക് അനുകൂലമായ വിജയം നേടാൻ KSRTC ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾക്കും കഴിഞ്ഞു. അതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കരുത്. എല്ലാ സ്ഥലത്തും KSRTC നിയമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ലൈബിലിറ്റികളിലേക്ക് നീങ്ങിയിരുന്ന KSRTC ഇന്ന് ബഹുമാനപ്പെട്ട കോടതികളുടെ മുമ്പിൽ അന്തസ്സായി നിൽക്കുകയാണ്. MACT പണം കൊടുത്തു തീർത്ത് കോടതിയുടെ മുമ്പിൽ അഭിമാനത്തോടെ MACT കോടിക്കണക്കിന് രൂപയുടെ MACT തുക സെറ്റിൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളുടെ മുമ്പിൽ KSRTCയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും ഉദ്യോഗസ്ഥരും അഭിമാനത്തോടെ നിൽക്കാം. മറ്റത് ജഡ്ജിമാർ വഴക്ക് പറയുമ്പോൾ തലകുനിച്ച് മിണ്ടാതെ ഇറങ്ങി മിണ്ടാതെ പോകാനല്ലാതെ ഒന്നിനും കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അപ്രീസിയേഷൻ, പലപ്പോഴും കോടതികളുടെ അപ്രീസിയേഷൻ നേടാൻ KSRTC ഉദ്യോഗസ്ഥർക്കും നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനും പല സ്ഥലത്തും കഴിയുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സഹകരണം, അല്ലാതെ ഒരാൾ വിചാരിച്ചാൽ, ഗണേഷ് കുമാർ എന്നാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ എന്നോടൊപ്പം പ്രവർത്തിച്ച പ്രമോദ് ശങ്കർ, KSRTC ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CMD ആണ്. എൻ്റെ ഒരു കൊച്ചനിയനെ പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആ രാത്രിയിൽ തന്നെ 2 മണിയുടെ ഓഫീസിൽ ആ പറയുന്ന കാര്യങ്ങൾ ആ രാത്രി 2 മണിയായാലും ഒരു സഹോദരനെ പോലെ അനുസരിച്ച് അത് ചെയ്യുമായിരുന്നു. ഒരു അണുവിട ചലിക്കാതെ സമയബന്ധിതമായി അതെല്ലാം ചെയ്തതിൻ്റെ ഒരു ഫലം. ഒരു എഫിഷ്യൻ്റ് ഓഫീസർ, ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. കാരണം സാധാരണ മന്ത്രി അയാൾ പറഞ്ഞു
എനിക്ക് ഓരോളപ്പം ചെയ്യുന്നുള്ളതല്ല. ഈഗോ ഇല്ലാത്ത പ്രമോദിൻ്റെ പെരുമാറ്റമാണ് ഈ പരസ്യം പോലും ഉണ്ടായത്. കാരണം ഒരു CMD തലേ ദിവസമേ തൊടുപുഴ പോയി താമസിച്ച് രാവിലെ 5:30 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് സംവിധായകനോടൊപ്പം അവിടെ ഇരുന്ന് ലാലേട്ടനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ച ഈഗോട്ടെ അയാൾ ആരെങ്കിലും അയക്കുക, അവിടുന്ന് 2 ഓഫീസർമാരെ അയച്ചാൽ മതി. അങ്ങനെയല്ല, അദ്ദേഹം തന്നെ പോയി. ഈ പരസ്യം എടുക്കാൻ അദ്ദേഹം തന്നെ പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അദ്ദേഹം വേണ്ടി ഇരുന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം തന്നെ അവിടെ പോയി നിന്ന് 2 ദിവസം അവിടെ നിന്ന് എല്ലാം സംഘടിപ്പിച്ചു. ഞാൻ ഇവിടെ വന്ന സിദ്ധുവിനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ സിദ്ധുവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ പഴയ പരിചയക്കാരാണ് അവർ തമ്മിൽ. അത്രത്തോളം പ്രവർത്തിച്ച പ്രമോദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. KSRTC എല്ലാ വിജയങ്ങളിലും പ്രമോദ് ശങ്കർ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ടച്ചുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിനെ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ 3 തവണ മന്ത്രിയായിട്ടുണ്ട്. 25 വർഷമായി MLA ആണ്. ഞാൻ കണ്ട ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ശങ്കർ IOFS എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിനെ കേരള സംസ്ഥാനത്ത്, മറ്റൊരു സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളാണ്. കേരള സംസ്ഥാനത്തിന് കിട്ടിയാൽ അത് കേരള സംസ്ഥാനത്തിന് ഒരു നേട്ടമായിരിക്കും. ഇതുപോലൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ, ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനെ കിട്ടുക എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവരും ഒരു കയ്യടിയോടെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് സ്നേഹത്തോടെ മാത്രം നിങ്ങളോട് സംസാരിക്കണം. ഇതിന് അദ്ദേഹക്കാൾ വളരെ സീനിയറായിട്ടുള്ള പ്രമുഖരായ വ്യക്തികൾ KSRTC CMD ആയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് CMD ആക്കിയപ്പോൾ പലരും ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പയ്യൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് വന്നത്. KSRTC ഒരു ജീവനക്കാരൻ്റെ മകനാണ് അദ്ദേഹം എന്നുള്ളതിലും അഭിമാനമുണ്ട്. ഈ ഒരു ആഡ് നിർമ്മിക്കുന്നതിന് സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മൾ ഒരു ഷോർട്ട് നോട്ടീസാണ് റിലീസ് വെച്ചത്. ഷോർട്ട് നോട്ടീസിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെ വിളിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് വന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. നല്ല വാക്കുകൾ ഇതിനെ കണ്ടതിന് ശേഷം അദ്ദേഹം അത് പ്രസംഗിക്കുന്നത്, ആദ്യം ഇതൊന്ന് ലോഞ്ച് ചെയ്യും അദ്ദേഹം, അതിനുശേഷം KSRTCയുടെ 2 സോഫ്റ്റ്വെയർ കൂടി ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, 2 എണ്ണം 2 സോഫ്റ്റ്വെയർ കൂടി ഇതിനകത്ത് ലോഞ്ച് ചെയ്യുന്നു. അതും അദ്ദേഹം തന്നെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ആദ്യം അദ്ദേഹം പരസ്യം ലോഞ്ച് ചെയ്തതിന് ശേഷം, അദ്ദേഹം ആ പരസ്യം കണ്ടതിന് ശേഷം അതും കൂടെ ചേർത്ത് അദ്ദേഹം സംസാരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. KSRTCയുടെ ഏറ്റവും അഭിമാനകരമായ ഈ നിമിഷത്തെ